ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2000-ലെ ഒരു ക്രൈം ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി പോരുത്. നിങ്ങൾ കണ്ട ഗിഫ്റ്റ് 2015 പുറത്തിറങ്ങിയതാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2000-ൽ പുറത്തിറങ്ങിയ മൂവിയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പെട്ടെന്ന് ഗസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാലും ഇതിലൊരു കൊലയാളിയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഒരു കൊലയാളി ആരാണെന്ന് നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്ന് പറഞ്ഞ് നേരെ എടുത്ത് കമന്റിലിടരുത്. കാണാൻ വരുന്നവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചെറിയ പട്ടണം കാണിക്കാണ്. ഈ ഒരു പട്ടണത്തിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള അന്ന താമസിക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും അന്ന ഇപ്പോൾ കുറച്ച് കാർഡുകൾ എടുത്ത് ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ അന്നയ്ക്ക് കുട്ടിക്കാലത്ത് ഒരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട്. അവളുടെ മുത്തശ്ശി അതിനെ പറയുന്നത് ഒരു ഗിഫ്റ്റ് എന്നാണ്. അന്നയ്ക്കിനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും. അത് എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ അവളെ കാണാൻ വരുന്നവരും അല്ലെങ്കിൽ അവൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അവർക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അന്ന ആ ഒരു കഴിവ് വെച്ചിട്ട് അതൊരു മൈൻഡ് റീഡിങ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു കൈനോട്ടക്കാരൊക്കെ ഇങ്ങനെ നോക്കി പറയുമല്ലോ, അതുപോലെ കാർഡുകളെല്ലാം വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിൽ ചെറിയൊരു എമൗണ്ട് അവൾ വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് അവൾ ജീവിച്ച് പോകുന്നത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കായാലും ഇത് അറിഞ്ഞിട്ട് ഒരാൾ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് എന്തൊരു അസുഖം ഉള്ളതായിട്ടും അതേപോലെ തന്നെ എന്തായാലും നിങ്ങൾ ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞിട്ട് അയാൾ എവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അന്നയ്ക്കാണെങ്കിൽ 3 കുട്ടികളുണ്ട്. 3 ആൺകുട്ടികളാണ്. അന്നയുടെ ഭർത്താവാണെങ്കിൽ ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ മദറായിട്ടാണ് അവൾ തന്റെ കുട്ടികളെ നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ മുഖത്ത് കണ്ണാടിയിലിട്ടിട്ട് ഒരു പെണ്ണ്, അവളുടെ പേര് വാലറി എന്നാണ്. അപ്പോൾ വാലറി ആണെങ്കിലും ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നെല്ലാം ഇങ്ങനെ നോക്കാൻ പറയുമ്പോൾ അന്ന പറയുമല്ല, നിന്റെ മുഖത്തെല്ലാം എന്താ ഒരു മുറിവ്, കണ്ണടയൊന്ന് മാറ്റാൻ പറയുമ്പോൾ അവള് മാറ്റാൻ തയ്യാറാവത്തില്ല. പിന്നീടാണ് അവൾ പതിയെ ഒരു കണ്ണട മാറ്റിയിട്ട് അവളോട് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ എപ്പോഴും ഇവളെ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും അതുപോലെ എന്തെങ്കിലും നടക്കൂലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്നയെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ആ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഇവളെ അടിക്കുന്ന സമയത്ത് ഇവളെ കൊല്ലുമെന്നെല്ലാം പറയും. അപ്പൊ അതുപോലെ എല്ലാം സംഭവിക്കോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടി അന്നയോട് പറയുമ്പോൾ അതേപോലെ തന്നെ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടിന് മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കും. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ അന്ന അതത്രയും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കത്തില്ല. പകരം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ അന്നയെ അവളുടെ മകൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിക്കാണ്. അങ്ങനെ സ്കൂളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സാറിനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സാറിന്റെ പേര് ബെയിൻ എന്നാണ്. അപ്പോൾ ബെയിൻ പറയും, അല്ല നിങ്ങളുടെ മകനാണെങ്കിൽ ഒരു കുട്ടിയായിട്ട് വഴക്കുണ്ടാക്കി ചെറിയ പരിക്കൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാണ്. അതുമല്ല ഇവിടെ ആണെങ്കിൽ നല്ലതുപോലെ പഠിക്കുന്നില്ല, വീട്ടിലെങ്ങനെയാണെന്നെല്ലാം ചോദിക്കുമ്പോൾ അന്ന ആ ഒരു കാര്യം പറയും. അന്ന പറയും അവൻ വീട്ടിലും അത്ര നല്ലതല്ല. ഇതേ ദിവസം കഴിഞ്ഞ വർഷം അവന്റെ അച്ഛൻ മരണപ്പെടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എനിക്ക് എന്റെ മകനോട് സംസാരിക്കണമെന്നെല്ലാം പറയുമ്പോൾ അവിടേക്ക് മറ്റൊരു പെണ്ണിങ്ങനെ കയറി വരികയാണ്. അവളുടെ പേര് ജെസിക എന്നാണ്. അപ്പോഴേക്കും ബെയിൻ പറയും, ഇത് ജെസിക എന്റെ ഫിയാൻസയാണ്, ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാകും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ അന്നയാണെങ്കിലും അവളെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് അന്ന പറയും ശരി ഞാൻ എന്തായാലും പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ജെസിക പെട്ടെന്ന് അന്നയെ വിളിച്ചിട്ട്, അല്ല നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ഭാവിയെല്ലാം പറയുന്ന ഒരാളല്ലേ, ശരി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം, ഞങ്ങളെ നോക്കിയിട്ട് ഇപ്പോ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടായിരിക്കും ഞങ്ങളുടെ ജീവിതം പോകുന്നത് എന്നൊന്ന് പറയുന്നതും അന്ന പറയില്ല എനിക്ക് കാർഡില്ലാതെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല വെറുതെ എന്ന് നോക്കാൻ പറയുന്നതും അന്നയാണെങ്കിലും അങ്ങനെ അവർ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണ് അന്നയ്ക്ക് എന്തോ ഒരു കാര്യം കാണുന്നത് പോലെ കുറെ വെള്ളം കിടക്കുന്നു. അതേപോലെ തന്നെ ജെസിക എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ കാല് മുഴുവനായിട്ടും ചെളിയെല്ലാം പറ്റിയിട്ട് അതുപോലൊരു കാര്യം അന്ന ഇങ്ങനെ കാണുന്നതും ഇവർ ചോദിക്കും, അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല എന്ന് അവരോട് കള്ളം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന നേരെ വരുന്നത് ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ജോലി ചെയ്യുന്ന ഒരുത്തന്റെ പേര് ബഡി കോൾ എന്നാണ്. അന്ന വിളിക്കുന്നത് ബഡി എന്നാണ്. അതുപോലെ അവനാണെങ്കിലും മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ അന്ന ഇവിടേക്ക് വന്നിരിക്കുന്നത് അവളുടെ കാറിന്റെ ഡോറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു പോകുന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ പറയും ഇല്ല കുറച്ച് സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ശരി ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ വരാമെന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കാം, കാരണം ഈ ഒരു നഗരത്തിൽ എന്റെ സുഹൃത്തായിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അന്നയെ അവന്റെ ട്രക്കിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കായാലും അവൻ നോർമലായിട്ടെല്ലാം സംസാരിച്ച് പെട്ടെന്ന് കാർ അവിടെ ചവിട്ടി അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ കരയാൻ തുടങ്ങും. അന്ന ചോദിക്കാല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാനൊരു നീല ഡയമണ്ട് കാണുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്, ഒരുപക്ഷെ ഞാൻ മരിക്കുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് എന്നെ നോക്കിയെന്ന് പറയാൻ കഴിയുന്നില്ല ചോദിച്ച് അവൻ കരയാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞല്ലോ അവന് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അന്നയാണെങ്കിലോ പെട്ടെന്ന് കരയേണ്ടെന്നെല്ലാം പറഞ്ഞു ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും വീണ്ടും വണ്ടിയെടുത്ത് അന്നെ അവൻ വീട്ടിലേക്ക് കൊണ്ടാക്കാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്നയാണെങ്കിലോ രാത്രിയിൽ തന്റെ കുട്ടികളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു മൂത്ത പയ്യൻ അവനാണെങ്കിൽ അവന്റെ അച്ഛന്റെ ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ച് നോക്കി നല്ലതുപോലെ കരഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും അവൻ ഉറങ്ങി. അങ്ങനെ അതെല്ലാം കണ്ട് അന്ന ഇങ്ങനെ നിൽക്കുമ്പോൾ വീടിന് വെളിയിൽ ആരോ വന്നതുപോലെ ശബ്ദം കേട്ട് അന്ന നേരെ ഡോറിനടുത്തേക്ക് ചെന്നിട്ട് ആ ഡോർ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ അടുത്ത് നിൽക്കാണ്. എന്നിട്ട് അവൻ പറയും, സോറി മാഡം, ഇത്ര രാത്രിയായി, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്റെ പേര് ഡോണി എന്നാണ്. നിങ്ങൾക്ക് എന്റെ ഭാര്യനെ അറിയാൻ തോന്നുന്നു, വാലറി. അവളിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ പറയും, ആ അതെ, എനിക്ക് അവരെ അറിയാം. അല്ല, നിങ്ങളിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, എന്നെ അകത്തേക്ക് വിടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അന്നയാണെങ്കിലും പേടിച്ചിട്ട് ആ ഒരു ഡോർ പതി ഇങ്ങനെ തുറക്കും. പക്ഷെ അതിലൊരു ചെയിൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് തുറക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ ചോദിക്കും, അല്ല മാഡം, ഞാൻ കുറച്ചു നേരം നിങ്ങളോടൊന്ന് സംസാരിച്ചോട്ടെ, ഇപ്പൊ പോവാന്ന് പറയുമ്പോൾ അന്നയാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോർ തുറന്നു കൊടുക്കുന്നതും ഡോണിയാണെങ്കിലും പതിയെ അകത്തേക്ക് നടന്നു നിന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ തൊടുകയാണ്. അപ്പൊ അവൾക്ക് മനസ്സിലാവുന്നില്ല. അവള് പെട്ടെന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇത് ആരാണെന്നറിയാലോ, ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇവനാണ് ഡോണി. ഇവനിപ്പോ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് വാലറി എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഭാര്യ ഹീറോയിനെ കാണാൻ വന്നിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ അവളെ എന്തോ മന്ത്രവാദം ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോണി ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതേസമയം ശബ്ദം കേട്ട് കുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോണി പെട്ടെന്ന് അവന്റെ കയ്യിലൊരു പാവയുണ്ട്, അതെടുത്ത് വെച്ചിട്ട്, ദേ ഇതെന്താണെന്നറിയോ, ഇതാണ് വൂഡു പാവ. ഇനി അവൾ ഇവിടേക്ക് വരികയാണെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് നീ അവളോട് പറയുകയാണെങ്കിൽ ഈ ഒരു പാവയെ ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. അപ്പോഴേക്കും അന്ന പെട്ടെന്ന് കുട്ടികളോട് പറയും അകത്തേക്ക് കയറി പോകാൻ പറയുമ്പോൾ, എന്നിട്ട് അവൻ നേരെ കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അന്ന പെട്ടെന്ന് അവളെ തടഞ്ഞിട്ട്, ഏയ് എന്റെ കുട്ടികളൊന്നും ചെയ്യരുത്, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ അവൻ കുട്ടികളോട് പറയും, ശരി, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഡോണി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അന്ന ഇപ്പോൾ വേറൊരു ലേഡിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അതേസമയം വാലറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട്, ഇന്നലെ അവൻ നിങ്ങളെ കാണാൻ വന്നെന്ന് എനിക്കറിയാം, എന്തായാലും അതിനോട് ഞാൻ സോറി ചോദിക്കുന്നു, പക്ഷേ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അവൻ എനിക്ക് വേണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അന്ന പറയും, ഇല്ല, അവൻ നിന്നെ ഉപദ്രവിച്ചിട്ട് നീ ഹോസ്പിറ്റൽ വരെ പോയി, എന്നിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുന്നതും ഡോണി പെട്ടെന്ന് ഇവിടേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അന്ന, വാലറി നീ പുറയിലേക്ക് നിൽക്കി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഡോണി ആണെങ്കിൽ അകത്തേക്ക് കയറി വന്നിട്ട് അന്നയെ തള്ളി മാറിയിട്ടാണ്, നിന്നോട് ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് വാലറിനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അന്ന പുറകെ ഓടി വരുമ്പോഴത്തേക്കും കാല് തെറ്റി താഴേക്ക് വീഴുന്നതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന് മുന്നേ തന്നെ വാലറിനെ അവൻ അവിടെ നിന്ന് കൊണ്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ അന്നയും അന്നയുടെ സുഹൃത്തായിട്ടുള്ള ലിൻഡ എന്ന് പറഞ്ഞ ലേഡിയുണ്ട്. ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഏതോ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ലിൻഡ വിളിച്ചിട്ടാണ് അന്ന അവളുടെ കൂടെ പോകുന്നത്. അങ്ങനെ അവർ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുമ്പോൾ അവിടെ അവർ സ്കൂളിലെ സാറുണ്ടല്ലോ, അതേപോലെ തന്നെ അവൻ കെട്ടാൻ പോകുന്ന ജെസിക എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അന്നയെ വെയിൻ കാണുമ്പോഴത്തേക്കാണ് അവൻ പതിയെ അന്നയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട്, ഹായ് അന്ന, നിങ്ങളുടെ മകനിപ്പോൾ എങ്ങനെയുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം ചോദിച്ച് ഇവരിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് അന്ന പറയുന്നത്, സോറി, ഞാൻ ഈ ഒരു ക്ലബിലേക്ക് അല്ലാണ്ട് വന്നതല്ല, ഇവള് വിളിച്ചിട്ട് വന്നതാണെന്നെല്ലാം പറയുമ്പോൾ അതേസമയം തന്നെ ജെസിയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് ജെസിയെ വിളിച്ചിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴേക്കും നമ്മുടെ വെയിൻ അന്നയോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അന്നയുടെ സുഹൃത്ത് ലിൻഡ ഉണ്ടല്ലോ, അവള് വെയിനെ വിളിച്ച് ഈ ഡാൻസ് കളിക്കാനായിട്ട് അവിടേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ അവരെല്ലാം ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം നമ്മുടെ അന്നയാണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് അടുത്തൊരു റൂമിൽ എന്തോ ശബ്ദം കേട്ട അവൾ ആ ഒരു ഡോർ ചെന്ന് ഇങ്ങനെ തുറക്കുന്നതും അതിനകത്ത് വെയിൻ എന്ന് പറഞ്ഞാൽ അവൻ കെട്ടാൻ പോകുന്ന ജെസിക എന്ന് പറഞ്ഞ പെണ്ണ് വേറെ ആരോടോ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. പക്ഷെ അവൾ ഒരിക്കലും അന്നയെ കാണത്തില്ല, അന്ന ഈ ഒരു കാര്യമെല്ലാം കാണുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന നേരെ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് വെയിൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും അടുത്തേക്ക് ഒന്ന് സംസാരിക്കുമ്പോൾ അന്ന അവൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ അത് വെയിനോട് പറയത്തില്ല. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് വെയിൻ ചോദിക്കും, അല്ല നിങ്ങളുടെ ഭർത്താവ് ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചെന്നല്ലേ പറഞ്ഞു, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നു അവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്? അപ്പോൾ അന്ന പറയും, ഞാൻ തലേ ദിവസം ആ ഒരു കാര്യം സ്വപ്നം കണ്ടിരുന്നു, എന്റെ ഭർത്താവിനെ തടയാൻ ശ്രമിച്ചു, പക്ഷേ അവൻ അതൊന്നും കേൾക്കാതെ പോയതിനു ശേഷമാണ് ആ ഒരു കാര്യം തന്നെ സംഭവിച്ചത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ജെസിക ആണെങ്കിലും പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് വെയിനോട് പറയും, ഹേയ് നിന്നെ ഞാൻ എവിടേക്ക് നോക്കി എന്നെല്ലാം ഇങ്ങനെ കള്ളം പറയാണ്, ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകണം, അല്ലാതെ ഇതുപോലെ കൂടെ നിന്ന് ചതിക്കുന്ന ക്യാരക്ടറുകളുണ്ടല്ലോ അവരെയൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ കൊണ്ട് നടക്കുകയും ചെയ്യരുത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളെ എപ്പോഴും അയൽപ്പക്കത്തെ ഒരു വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അവരെയും വിളിച്ച് ഈ വീടിനകത്തേക്ക് കയറാൻ വരുമ്പോൾ അകത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവള് കുട്ടികളോട് പറയും, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവള് പതിയെ വന്ന് ഡോർ തുറന്ന് കീഴാൻ ശ്രമിക്കുമ്പോൾ ഡോർ ആൾറെഡി തുറന്നു കിടക്കുന്നു. അന്നയാണെങ്കിലും പതിയെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ എവിടെ TV എല്ലാം ഓണാക്കി ഇട്ടിട്ടുണ്ട്. അതുമല്ല അവളാണെങ്കിൽ ഒരു ബാറ്റും എടുത്ത് പതിയെ അടുത്തുള്ള ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവളുടെ കാർഡും മറ്റു കാര്യങ്ങളെല്ലാം വലിച്ചു വരിയാനിട്ടേക്കുന്നു, ജനാലെല്ലാം തുറന്നിടപ്പുണ്ട്. അപ്പൊ ആരോ വീടിനകത്ത് കയറി അവൾക്ക് മനസ്സിലായി. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ഒരു കാര്യം പോലീസിനോടെല്ലാം പറഞ്ഞിട്ട് അവളൊരു പരാതിയും കൊടുത്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ മറ്റേ ബഡി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ അവൻ ഇപ്പൊ ഇവളുടെ വീട്ടിലേക്ക് വന്ന്
അവൻ എന്തൊക്കെയോ തോന്നുന്നുണ്ട്, അതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ കാർഡ് വെച്ചൊന്ന് നോക്കാൻ പറയുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു കാർഡിലെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ അച്ഛനെയാണ് കാണുന്നത്. അതുമല്ല കുട്ടിക്കാലത്ത് ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി അന്നെ ചോദിക്കും, നീ നിന്റെ അച്ഛനെ ഇത്രയും വെറുക്കുന്നത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് എനിക്കും നല്ലത് തന്നെയായിരുന്നു, പക്ഷെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോഴേക്കും അന്നെ പറയും, ബടി അങ്ങനെയല്ല, നീ എന്തായാലും കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം മറികടന്ന് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകൾ എപ്പോഴും നിന്നെ ഇട്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും ഇത് കേട്ട അവനാണെങ്കിലോ, ശരി ഞാൻ ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നു, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന കുട്ടികളായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ അത് ഡോണിയാണ്. അവനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിലെ ചില കാര്യങ്ങൾ നീ കണ്ടെന്ന് എനിക്കറിയാം, അതിനെപ്പറ്റി നീ പോലീസിൽ പരാതി കൊടുത്തല്ലേ, ഇനി മേലാൽ അതുപോലെ ചെയ്തു പോരുത്, ഇത് നിനക്ക് നിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് എന്നിങ്ങനെ പറയുന്നതും അവൾ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ അന്ന കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവൾ എന്തോ ഒരു കാര്യം കാണുന്നത്. ഏതോ ഒരു മരത്തിന് മുകളിലൂടെ ഒരു നദി ഒഴുകുന്നത് പോലെയും അതേപോലെ തന്നെ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് പോലെയല്ല അവളിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എന്താണ് സംഭവിക്കുന്നത്, ആർക്കാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് അവൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കുട്ടികളെ കൊണ്ട് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ലിൻഡ് അവിടേക്ക് വന്നിട്ട് അന്നയോട് പറയുന്നത്, അന്ന നീ ഒരു കാര്യം അറിഞ്ഞോ, ജസിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ നമ്മൾ എന്നാ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ട, അവളെ ഇപ്പോൾ കാണാനില്ല എന്നും പറഞ്ഞ് അവളുടെ അച്ഛനൊരു പരാതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പെണ്ണ് എവിടെ പോയെന്തോ. അതുപോലെ ഈ ഒരു ജൂണിൽ അവളുടെ കല്യാണം നടക്കാൻ പോകുമായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പോകുന്നതും വീട്ടിൽ വന്ന് നമ്മുടെ അന്നയാണെങ്കിലും അതിനെപ്പറ്റി തന്നെ ആലോചിക്കുകയാണ്. രാത്രിയിൽ അവൾ കണ്ട ആ ഒരു സ്വപ്നം, ആ ഒരു മരം, അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് അവളുടെ രണ്ടാമത്തെ മകനോട് പറയും, മോനെ വെളിയിൽ പോയിട്ട് ആ ഒരു ലെറ്റർ ബോക്സിൽ നിന്നും ഒരു കാര്യം എടുത്തിട്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിലും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു ബോക്സ് എടുക്കാൻ വേണ്ടി റോഡിലൂടെ നടന്നു പോകുന്നതും അവന്റെ പുറകെ തന്നെ ഒരു ട്രക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പയ്യന്റെ അടുത്തേക്ക് കൊണ്ട് നിർത്തുമ്പോൾ അത് ഡോണിയാണ്. അപ്പോൾ ഡോണി അവിടെ വണ്ടി നിർത്തിയിട്ടാണ് അവനോട് ചോദിക്കുന്നത്, നിനക്ക് എന്റെ ഭാര്യ വലേറിയ അറിയോ, അവൾ ഈ ഇടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കാണ്. ഇത് കാണുമ്പോൾ ഡോണിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് അവന്റെ തലയിലുള്ള തൊപ്പി എടുത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടാണ്, ഏയ് നിന്നോടല്ലേ ചോദിക്കുന്നത്, ശരി ആ ഒരു തൊപ്പി ഇങ്ങെടുത്തുക എന്നിങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു തൊപ്പി എടുത്ത് ഡോണിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഡോണി പെട്ടെന്ന് അവനെ അടുത്തേക്ക് പിടിച്ചിട്ടാണ് പറയുന്നത്, നീ നിന്റെ സഹോദരങ്ങൾ അതേപോലെ തന്നെ നിന്റെ അമ്മ എല്ലാവരോടും സൂക്ഷിക്കാൻ പറയണം. അതുപോലെ നിന്റെ അമ്മയാണെങ്കിൽ ഒരു മന്ത്രവാദിനിയാണ്, അവൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നിന്റെ അമ്മയെ കൊല്ലും എന്നെല്ലാം പറയുന്ന സമയത്ത് മറ്റേ ബഡി ഉണ്ടല്ലോ അവനാണെങ്കിൽ ഇപ്പോ അന്നയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ഡോണിനെ ഈ ഒരു ചെറിയ പയ്യനെ കാണും. അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കും, മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു ചെറിയ പയ്യൻ പറയും, ഈ അങ്കിൾ പറഞ്ഞു എന്റെ അമ്മ ആരെങ്കിലും കൊല്ലുമെന്ന് എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന ബഡിയാണെങ്കിൽ പെട്ടെന്ന് അവന്റെ ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു കാറിലിട്ട് അങ്ങനെ അടിച്ച് ഡോണിയുടെ കാറിന്റെ മുന്നിലത്തെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് അടിച്ചങ്ങ് പൊട്ടിക്കാണ്. ഡോണി എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഡോണി പെട്ടെന്ന് ഒരു തോക്ക് എടുത്തിട്ട് ഹേയ് നിർത്തുന്നു പറയുമ്പോൾ ബടിക്കാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് പേടിയില്ല. അവൻ ആ ഒരു തോക്ക് അടുത്തേക്ക് പിടിച്ച് ഷൂട്ട് എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ഇത് കാണുന്നതും ഡോണിയുടെ ഫ്രണ്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നത് കൊണ്ട് വേറെ കുഴപ്പമില്ല. അപ്പോഴേക്കും ബടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ ഒരു ചെറിയ പയ്യനോട് ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതും അവനാണെങ്കിൽ പേടിച്ച് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നയാണെങ്കിലും അവളുടെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ഒരു ഫോൺ കോൾ വരുന്നു. പിന്നീടാണ് കാണിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക് ബെയിൻ കാണാതായിട്ടുള്ള ജെസ്സി ഉണ്ടല്ലോ അവളുടെ അച്ഛൻ അതേപോലെ തന്നെ ഒരു ഷെരീഫ് ഇവര് 3 പേരും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്ന ചോദിക്കും, അല്ല എന്നെ കാണാൻ വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അന്നയ്ക്കാണെങ്കിൽ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിലൂടെ ജെസ്സി എവിടേക്കാണ് പോയത് അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഷെരീഫിനാണെങ്കിൽ ഇതിനോടൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നതെന്നെല്ലാം പറയുമ്പോൾ വെയിൻ ആയാലും ജെസ്സിയോട് പറയുന്നുണ്ട് അവൾക്ക് എന്താ സംഭവിച്ചത് പ്ലീസ് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വിവരമായാലും മതി. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന ജെസ്സിയുടെ അച്ഛനെ ഇരുത്തിയിട്ട് അവൾ ആ ഒരു കാർഡ് എടുത്തതിനെ നോക്കാണ്. അങ്ങനെ ആ ഒരു കാർഡുകൾ ഓരോന്ന് അവൾ ഷഫിൾ ചെയ്തിട്ട് ഓരോ കാർഡുകളായിട്ട് എടുത്തു വെക്കുമ്പോൾ എല്ലാം ഒരേപോലെയുള്ള കാർഡുകളാണ് കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് ശരി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വേലി കൂടാതെ എന്തൊക്കെയോ തൂണുകൾ ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ ഷെരീഫ് പറയും ഈ ഒരു സ്ഥലത്ത് എത്ര വേലികളുള്ള സ്ഥലമുണ്ടെന്ന് അറിയോ, ഇവരെന്തൊക്കെയാ പറയുന്നേ. അപ്പോഴേക്കും ജെസ്സിയുടെ അച്ഛൻ പറയും പ്ലീസ് സാർ ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയോ, എന്റെ മാളെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അന്നയോട് ചോദിക്കും ഇനി എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ചില വെള്ള പൂക്കൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് സോറി സാർ ഇത്ര എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറയുമ്പോൾ ജെസ്സിയുടെ അച്ഛനായാലും അവിടെ നിന്ന് വിഷമിച്ചാണ് പോകുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ ജെസ്സി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവൾ വീണ്ടും ഒരു സ്വപ്നം കാണുന്നത്. ഇപ്പോൾ 2 വശങ്ങളിലും മരങ്ങൾ നിറഞ്ഞു നിന്ന ഒരു റോഡിന് നടുവിലൂടെ അവളിങ്ങനെ നടന്നു പോകുന്നു. കുറെ ദൂരം ചെന്നതിന് ശേഷം ഏതോ ഒരു വെള്ളപ്പൂവ് അവൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളപ്പൂവ് എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ അതങ്ങ് കറുത്തു പോവാണ്. അത് കഴിഞ്ഞിട്ട് അവളൊരു വേലിയെല്ലാം കടന്ന് ഒരു കാടിനുള്ളിലേക്ക് പോകുന്നു. കാണിക്കുമ്പോൾ അത് ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ അവിടെ വലിയൊരു കുളമുണ്ട്. ആ ഒരു കുളത്തിനടുത്തേക്ക് അവൾ നടന്നു ചെല്ലുന്നതും ആ കുളത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ആരോ ഒരാൾ നിന്ന് വയലിൻ വായിക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നതും
പെട്ടെന്ന് അതിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൾക്ക് എന്തായാലും ഇനി ഉറങ്ങാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവളുടെ നായ്ക്ക് കുറച്ച് പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ഗ്ലാസ് പാലും എടുത്ത് നേരെ വെളിയിലേക്ക് വന്ന് ആ ഒരു നായ്ക്ക് പാല് കൊടുക്കുന്ന അതേ സമയം അവൾ വീണ്ടും ഒരു കാര്യം കാണുന്നു. എന്തോ ഒരു ചങ്ങലയില് രക്തം പറ്റിയിരിക്കുന്നതായിട്ടും അതേപോലെ തന്നെ ആ ഒരു നായെ കെട്ടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ മരമുണ്ട്. ആ ഒരു മരത്തില് ഒരു പുഴ ഒഴുകുന്നതായിട്ടും അതേപോലെ തന്നെ അതിനുള്ളില് ജസിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ചങ്ങലകൾ കൊണ്ട് ചുറ്റി മരണപ്പെട്ട് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി അവൾ സ്വപ്നമായിട്ട് കാണുന്നതും അടുത്ത ദിവസം തന്നെ ആ ഒരു ഷെരീഫിനെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഷെരീഫ് ചോദിക്കും, അല്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതേപോലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു വേലി, വെള്ളപ്പൂക്കള്, അതേപോലെ തന്നെ ഒരു വലിയ കുളം, പിന്നീട് എന്റെ വീടിനടുത്ത് നിൽക്കുമ്പോൾ അടുത്തുള്ള മരത്തിന് മുകളിൽ ഒരു നദി ഒഴുകുന്നത് പോലെ അതിനുള്ളിൽ ജസിയുടെ ശരീരം ഞാൻ കണ്ടിരുന്നു, ചങ്ങലകളെല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട അവസ്ഥയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോലീസുകാരൻ പെട്ടെന്ന് കളിയാക്കും. ഹേയ്, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്വപ്നം വച്ചിട്ട് ഞാൻ ഈ ഒരു കേസിന്റെ പുറകെ പോകണമെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്റ്റേഷനിൽ വന്ന് പറയുമ്പോൾ അതിനുള്ള കുറ്റം എന്താണെന്നറിയോ? അപ്പോഴേക്കും അന്ന ചോദിക്കും, ശരി അതൊക്കെ പോട്ടെ, അവളുടെ അയൽക്കാർക്ക് ഇതുപോലെ ഏതെങ്കിലും സ്ഥലം ഉള്ളതായിട്ട് അറിയോ? പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയോ ഈ കുളങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഷെരീഫ് കുറച്ചു നേരം ആലോചിച്ചിട്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോണി എന്ന് പറഞ്ഞിട്ട് ആ ഒരു തരുണ്ടല്ലോ, വാലറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിന്റെ ഭർത്താവ്, അവന്റെ പേരിങ്ങനെ പറയുമ്പോഴത്തേക്കും അടുത്ത സീനിൽ തന്നെ ഇവരെല്ലാവരും, നമ്മുടെ ഹീറോയിൻ, വെയിൻ, ജെസിയുടെ അച്ഛൻ, ആ ഒരു ഷെരീഫ്, ഒന്ന് രണ്ട് പോലീസുകാരി, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഡോണിയുടെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ ഒരു ഷെരീഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവനോട് അനുവാദം ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഡോണിയുടെ അനുവാദം ചോദിച്ചില്ല, പക്ഷെ അവന്റെ ഭാര്യ ഈ ഒരു സ്ഥലം ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വാലറിയും ആ ഒരു സ്ഥലത്ത് തന്നെയുണ്ട്. അങ്ങനെ ഇവർ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അന്ന സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം തന്നെയാണിത്. വെളിയിൽ ആ ഒരു വെള്ള പൂക്കളുണ്ട്, അതേപോലെ തന്നെ അവൾ കണ്ട ആ ഒരു ഗേറ്റ് ഉണ്ട്. ഉള്ളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ ഒരു വലിയ കുളവും. അപ്പോൾ നമ്മുടെ അന്ന പറഞ്ഞതുപോലെ തന്നെ ഇവർ ആ ഒരു കുളം നല്ലതുപോലെ പരിശോധിക്കുകയാണ്. അതേസമയം വാലറി ആണെങ്കിലോ ആ ഒരു ഷെരീഫിനോട് ചോദിക്കുന്നുണ്ട്, ഓഫീസർ നിങ്ങൾ എത്ര സമയം എടുക്കും ഇത് തീരാൻ വേണ്ടി? അപ്പോൾ അയാൾ പറയും, കുറച്ച് സമയം എടുക്കും. അല്ല, നിങ്ങൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മണിക്കൂർ കുറേ ആയി എന്നും പറഞ്ഞ് അവൾ പേടിയാണ്. കാരണം ഡോണി വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം എപ്പോഴും അവന്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് അടികൊള്ളും. അപ്പോഴേക്കാണ് ആ ഒരു പോലീസുകാരൻ, സാർ എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വലിച്ച് വലിച്ച് മുകളിലേക്ക് എടുക്കുന്നതും അതൊരു സൈക്കിളായിരുന്നു. ഈ ഒരു പ്രതീക്ഷിച്ചതുപോലെ ജെസിയുടെ ശരീരമല്ല. അങ്ങനെ നമ്മുടെ അന്നയും വെയിനും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന അതേ സമയം കാണിക്കുമ്പോൾ ഡോണി ഉണ്ടല്ലോ, അവനിപ്പോ അവിടേക്ക് അവന്റെ ആ ഒരു ട്രക്കും കൊണ്ട് വരികയാണ്. നല്ല വേഗതയിൽ അവിടേക്ക് വന്നിട്ട് ചാടി വെളിയിലേക്ക് ഇറങ്ങി, ഹേയ് നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ആരാ അനുവാദം തന്നെ ഈ ഒരു സ്ഥലം പരിശോധിക്കാനായിട്ട്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെല്ലാം ചോദിച്ച് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ ഇതേപോലെ നമ്മുടെ ഷെരീഫ് പറയും, നിങ്ങളുടെ ഭാര്യ ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്, കുറച്ചു നേരത്തെ ഒരു പരിശോധന മാത്രമേ ഉള്ളൂ, ഞങ്ങളിപ്പോ പോകുന്നു പറയുമ്പോൾ അവന് നല്ല ടെൻഷൻ. നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ ഷെരീഫ് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യില് 3 കീറലുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, മുറിഞ്ഞതുപോലെ. അപ്പോൾ ഷെരീഫ് ചോദിക്കും, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ വീട്ടിൽ വളർത്തുന്ന പൂച്ച അള്ളിത്തന്നതാണ്, അതിനെ എടുത്തപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഇത് ചെയ്താണെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അന്ന അവിടെ നിൽക്കുന്നു. ഇത് കാണുന്നത് ഡോണി പെട്ടെന്ന് അന്നയുടെ അടുത്തേക്ക് നടന്നു നിന്നിട്ട്, ഓ അപ്പോൾ നീയാണല്ലേ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് വീണ്ടും പിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ വെയിൻ പെട്ടെന്ന് അവനെ അങ്ങ് തടയും. ആ ഒരു സമയത്ത് പെട്ടെന്ന് പോലീസുകാരൻ പറയും, സാർ അടുത്തൊരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുളത്തിനകത്ത് നിന്നും വേറെ എന്തോ ഇങ്ങനെ വലിച്ചെടുക്കാണ്. വലിച്ചെടുക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആഹാ, നമ്മുടെ അന്ന പറഞ്ഞതുപോലെ തന്നെ ജെസിയെ കൊന്ന് ആ ഒരു കുളത്തിലെ അവളുടെ ദേഹം മുഴുവൻ ചങ്ങലെല്ലാം വെച്ച് കെട്ടി അങ്ങനെ ഇട്ടേക്കുന്നു. അപ്പൊ ഇത് കണ്ട് ജെസിയുടെ അച്ഛനാണെങ്കിലും അയ്യോ എന്റെ മകളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. അയാളെ കൊണ്ട് കഴിയുന്നില്ല, നല്ലതുപോലെ അയാൾ കരയുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഡോണി പറയും, ഹേയ് ഇത് ഞാനല്ല ചെയ്തത്, ഒരിക്കലും ഞാനല്ല ചെയ്തത്, ആ ഒരു മന്ത്രവാദിനി എന്നെ കൊടുക്കാൻ വേണ്ടി അവൾ ചെയ്താണെന്നെല്ലാം പറഞ്ഞ് അവൻ അങ്ങനെ ബഹളം വെക്കുന്നത് ഡോണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനില് നമ്മുടെ ഹീറോയിനെ ഒരു വക്കീല് വിളിക്കുകയാണ്. അങ്ങനെ തന്നെയാണെങ്കിൽ ആ ഒരു വക്കീലിനെ കാണാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ഇത് വേറെ ആരുമല്ല, ഒരു സീനിൽ ജെസിക ആ ഒരു ക്ലബ്ബിൽ വെച്ചിട്ട് ഒരുത്തനായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നല്ലോ, അത് ഈ ഒരു വക്കീലായിരുന്നു. അപ്പൊ ഇവന്റെ പേര് ഡേവിഡ് എന്നാണ്. അപ്പൊ എന്നെ ചോദിക്കും, അല്ല സാർ നിങ്ങൾ എന്താ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഡോണിക്കെതിരെ ആ ഒരു കേസ് ഫയൽ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ സാക്ഷി പറയാൻ വേണ്ടിയിട്ടും ഇവള് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതുമല്ല ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഡോണിയായിട്ട് എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ അവൾ പറയും, അതെ എന്റെ കുട്ടികളെ അവൻ ഭീഷണിപ്പെടുത്തി. ആ ഓക്കെ അതൊക്കെ തന്നെയാണ്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്തായാലും അവനെ കൊടുക്കാൻ കഴിയും, അതുകൊണ്ട് നിന്റെ സപ്പോർട്ട് എനിക്ക് വേണം എന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ അവൾ പറയും, അല്ല മരിച്ച പെണ്ണ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അവളുടെ പേര് ജെസിക എന്നാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ഡേവിഡിന് അറിയത്തില്ല. കാരണം ഇവർ രണ്ടുപേരായിട്ടുള്ള ആ ഒരു സീൻ നമ്മുടെ അന്ന മാത്രമല്ല കണ്ടിട്ടുള്ളൂ, അവർ തിരിച്ച് അന്നയെ കണ്ടില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കോടതിയിൽ ഈ ഒരു കേസ് വാദിക്കുമ്പോൾ നമ്മുടെ ഡേവിഡ് ജെസിയുടെ അയൽക്കാരനായിട്ടുള്ള ഒരാളുണ്ട്, അയാളെ വിളിച്ചിങ്ങനെ ചോദ്യം ചെയ്യാണ്. അപ്പോഴേക്കും അയാൾ പറയും, അതെ സാർ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ജെസിയ ഡോണിയെ കാണാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഡേവിഡ് ചോദിക്കും, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇല്ല, ഇവരെ രണ്ടുപേരും ആദ്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു, പിന്നീട് ഡോണി ജെസിയെ അടിക്കുമായിരുന്നു, അവൾ താഴെ വീഴുന്നതും. പിന്നീട് ഞാൻ അതൊന്നും കാര്യമാക്കില്ല, ഞാൻ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഡേവിഡ് പെട്ടെന്ന്
ജെസികയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് അന്ന് നിങ്ങൾ കണ്ടത് ജെസിക ഈ ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് തന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എതിർഭാഗം വക്കീലുണ്ടല്ലോ ഡോണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വക്കീൽ ഇപ്പോൾ ഷെരീഫിനോട് ചോദിക്കുകയാണ്, ഓക്കെ സാർ, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആ ഒരു കുളത്തിലാണ് ജെസിയുടെ ശരീരം ഉള്ളതെന്ന്? നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ഷെരീഫ് പറയും, ജെസിയുടെ അച്ഛനും അതേപോലെ തന്നെ വെയിനും പറഞ്ഞതനുസരിച്ച് അന്നയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്, അല്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം. അവൾക്ക് എന്താ പ്രത്യേകത എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവള് ചില കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന്. അതനുസരിച്ചാണ് അവളുടെ അടുത്തേക്ക് പോയത്. ആദ്യം പോയപ്പോൾ തന്നെ അവൾ ചില ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു, ഇതേപോലെ ആ ഒരു ഗേറ്റിനെ പറ്റിയും പൂക്കളെ പറ്റിയെല്ലാം. പിന്നീട് അടുത്ത ദിവസം അവൾ ഒരു സ്വപ്നം കണ്ടതായിട്ട് എന്നോട് ഒന്ന് പറയുമായിരുന്നു. ആ ഒരു സ്വപ്നത്തിൽ എന്തായിരുന്നു, ആ ഒരു സ്വപ്നത്തില് ഡോണിയെ പോലെ ഒരാള് ആ ഒരു കുളത്തിനടുത്തായിട്ട് നിൽക്കുന്നതായിട്ടും അതേപോലെ തന്നെ ജെസിയുടെ ശരീരം ഒരു മരത്തിന് മുകളിൽ പുഴയിലൂടെ ഒഴുകി പോകുന്നതായിട്ടെല്ലാം അവൾ കണ്ടിരുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡോണി ആണെങ്കിൽ ദേഷിച്ച് അന്നെ ഇങ്ങനെ നോക്കാണ്. അപ്പോ ഈ ഒരു പോലീസുകാരനോട് നമ്മുടെ അന്ന പറഞ്ഞ ആ ഒരു കാര്യം ഈ ഒരു വക്കീലിനോട് പറയാൻ വേണ്ടി ആ ഒരു ഷെരീഫിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരാൾ സ്വപ്നം കണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു വക്കീൽ പറയും, അതെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ഷെരീഫ് എല്ലാം പറഞ്ഞു തീരുമ്പോഴത്തേക്കാണ് വക്കീൽ പറയുന്നത്, ഓ അപ്പോൾ അവളുടെ ശരീരം അർദ്ധനഗ്നയായിട്ട് ആ ഒരു കുളത്തിൽ ചങ്ങലയെല്ലാം ചുറ്റി കിടക്കുന്നത് അന്നെ കണ്ടുല്ലേ സ്വപ്നത്തില് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു കോടതിയിലുള്ള മിക്കവരും അത് കേട്ട് ചിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു കേസിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കോടതി വിട്ട് വെളിയിലേക്ക് വരുമ്പോ ബടിയുണ്ടല്ലോ അവൻ ഇപ്പൊ നമ്മുടെ അന്നയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അന്നയോട് പറയും, ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ കാണുന്നു, എനിക്ക് എന്റെ അച്ഛനോട് ദേഷ്യമാണ്, ഞാൻ ഇന്ന് എന്തെങ്കിലും അദ്ദേഹത്തെ ചെയ്യുമെന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഇന്ന് എന്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് നീ എന്നോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറയുമ്പോൾ അന്ന പറയും, സോറി എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല, നിനക്ക് എന്തായാലും കഴിയും, നീ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കാതെ സമയമില്ല പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞ് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. കാരണം ഈ ഒരു കോടതിയിൽ നടന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വന്ന് കുട്ടികളെ ഉറക്കി കിടത്താനായിട്ട് വരുമ്പോഴത്തേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് ബടിയുടെ അമ്മയാണ് വിളിക്കുന്നത്. എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി അവൾ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാല് അവനാണെങ്കിൽ അവന്റെ അച്ഛനെ ഒരു ചെയറിൽ കെട്ടിയിട്ട് ബെൽറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ അടിക്കുന്നു. എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണം കുട്ടിക്കാലത്ത് അവന് സംഭവിച്ച ആ ഒരു കാര്യം മാനസികമായിട്ട് അവനെ മാറ്റിയിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അത്രയും ഭ്രാന്ത് കയറിയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അന്നയെ കാണാൻ വേണ്ടി അവൻ വന്നത്. പക്ഷെ അവള് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അതിപ്പോ നല്ല രീതിയിൽ കൂടി അവന്റെ അച്ഛനെ നല്ലതുപോലെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ അന്നയാണെങ്കിൽ ചെന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. അവന്റെ അമ്മ ചെന്നിട്ട് പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് അയാളെ ഉപദ്രവിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പെട്രോൾ എടുത്തുകൊണ്ട് അയാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഒഴിക്കും. അപ്പൊ അന്ന വന്നിട്ട് പറയുന്നത്, പ്ലീസ് ഒന്നും ചെയ്യരുത്, ഇത് നിന്റെ അച്ഛനാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ കേൾക്കുന്നില്ല. അവസാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവൻ ലൈറ്റർ എടുത്ത് അയാളുടെ ദേഹത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും അയാൾ തീ പിടിച്ച് അവിടെ വെച്ചങ്ങ് മരിക്കുകയാണ്. എന്നിട്ടാണ് അവൻ പെട്ടെന്ന് അന്നയെ വിളിച്ചിട്ട്, എന്റെ അച്ഛന്റെ വയറിലേക്ക് നോക്ക്, ഒരു ഡയമണ്ട് കണ്ടോ, ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നും പറഞ്ഞ് അവനിങ്ങനെ കാണിക്കുന്നതും അയാൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടിക്കാലത്ത് അവൻ അതുപോലെയെല്ലാം സംഭവിച്ചത് കൊണ്ടാണ്. അതുമല്ല നമ്മുടെ അന്ന മാത്രമാണ് അവനെ ഏക സുഹൃത്തായിട്ടുള്ളത്. അവൾ മാത്രമാണ് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ അവനോട് സംസാരിക്കുന്നത് കൊണ്ടാണ് അവൻ ഈ ഒരു മാനസികാവസ്ഥയിൽ അവന്റെ അച്ഛനെ കൊല്ലുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നില്ല, പകരം ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഡേവിഡ് ഇപ്പോ അന്നയെ ചോദ്യം ചെയ്യാണ്. ഓക്കെ ശരി, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം, കാരണം നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്, അവരെ നോക്കാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ അന്ന പറയും, സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്നും. കാരണം അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ച് പണം കിട്ടുന്നുണ്ട്. അല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കും, അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയും, അതെല്ലാം അവരോട് പറയുമ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, അല്ല ഇത് നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? അപ്പോൾ അവൾ പറയും, കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇതെനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണെന്ന്, അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഡേവിഡ് പറയും, ഓക്കെ സാർ, എനിക്ക് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഡേവിഡ് മാറിയിരിക്കുമ്പോൾ ഏതൊരു ഭാഗം വക്കീലുണ്ടല്ലോ അയാൾ ഡോണിയുടെ കാലിൽ തട്ടിയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഓക്കെ അന്ന, നിങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ പവറുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൈ പുറകിലേക്ക് വെച്ച്, എൻ്റെ ഈ 2 കൈകളിലും കൂടി ഞാൻ എത്ര നമ്പറായിപ്പോൾ വെച്ചേക്കുന്നത് ഈ വിരലുകൾ വെച്ചിട്ട്, അതൊന്ന് പറയാൻ കഴിയുമോ? അപ്പോഴേക്കും ഡേവിഡ് എഴുന്നേറ്റിട്ട്, സാർ ഇത് ആവശ്യമില്ലാത്ത ചോദ്യമാണെന്ന് പറയുമ്പോൾ ആ വക്കീൽ പറയും, ഇല്ല സാർ, അന്നയാണ് പറഞ്ഞത് അവൾക്ക് സ്പെഷ്യൽ കഴിവുകളുണ്ടെന്ന്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് മനസ്സിലാക്കിയേ പറ്റും. കാരണം ഇത്രയും വലിയൊരു കാര്യത്തിൽ ഈ ഒരു കേസിനെ പറ്റി അവൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുമെങ്കിലേ ഇതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജി ആയാലും അതിന് സമ്മതിക്കാണ്. എന്നിട്ട് എല്ലാവരും ആ ഒരു വിരൽ കാണിച്ചിട്ടാണ് അന്നയോട് ചോദിക്കുന്നത്, ശരി എൻ്റെ പുറകിൽ എത്ര വിരലുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും, എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ഏയ് അതെങ്ങനെ ശരിയാവും, നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അന്ന പറയും, എനിക്ക് എപ്പോഴും അത് കഴിയത്തില്ല. അല്ല നിങ്ങളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടിപ്പോൾ അത് ചെയ്യാൻ കഴിയത്തില്ലേ? അല്ല നിങ്ങൾ എങ്ങനെയാ പണം ഉണ്ടാക്കുന്നത്? സാധാരണ ഇതുപോലെ സൂപ്പർ പവറുകളൊക്കെ കിട്ടുന്ന ആളുകൾ അത് വെച്ചിട്ട് ഒരുപാട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കും, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലേ?
നിങ്ങളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ കുട്ടികളെ വളർത്തണ്ടേ? അല്ല, നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുന്ന ആ ഒരു ദിവസമല്ലേ അപകടം പറ്റി മരിച്ചത്? ആ ഒരു കാര്യം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല? അപ്പൊ അവള് പറയും ഞാനിത് ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു വക്കീല് പറയും നിങ്ങൾക്ക് ഡോണിയായിട്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു? അപ്പൊ അവള് പറയും അതെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വക്കീല് ചോദിക്കും ശരി അങ്ങനെയാണെങ്കിൽ നീ അവനോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി അവനെ ജയിലിൽ അടയ്ക്കുമെന്ന്? അപ്പോൾ എന്നെ പറയും അതെന്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ്, ഇല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതേപോലെ തന്നെ അവന്റെ ഭാര്യയോട് നീ പറഞ്ഞു അവൻ നിന്നെ ഇനി ഉപദ്രവിക്കും, അവനെ ജയിലിൽ അടയ്ക്കണമെന്ന് എന്നെല്ലാം പറയുമ്പോഴും വാലറി ഉണ്ടല്ലോ അവളാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വക്കീലാണെങ്കിലും ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ അന്നയെ നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ അന്നെ പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ വെറുതെ പറയില്ല, ഞാൻ കണ്ട കാര്യം മാത്രമാണ് ഷെരീഫിനോട് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വല്ല ഭ്രാന്തുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു വക്കീൽ പറയും ഓക്കെ സാർ എന്റെ ചോദ്യങ്ങൾ ഞാൻ മതിയാക്കിയെന്നും പറഞ്ഞ് വക്കീലും അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോണിയെ പിടിച്ചെടുത്ത് ഇപ്പൊ അവനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ശരി അന്ന് രാത്രി നിങ്ങൾ ജെസ്സിയെ കണ്ടിരുന്നോ ഇല്ലയോ, അന്ന് എന്താ സംഭവിച്ചത്, അതൊന്ന് വിശദീകരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഡോണി ആണെങ്കിലും അതെ ഞാൻ കണ്ടിരുന്നു, അവൾ എന്നോട് സംസാരിച്ചു, അതേപോലെ തന്നെ ആ ഒരു അയൽക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ അവളെ അടിക്കുകയും ചെയ്തു, അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞങ്ങൾ തമ്മിൽ സെക്ഷുവലി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ദിവസം ഞാൻ എന്റെ ഭാര്യയോട് ഒരു ബിയർ കുടിക്കാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ജെസ്സിയെ കാണാനായിട്ടാണ് ചെന്നത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എന്റെ വിവാഹം ഉടനെ വരാൻ പോവാണ്, അതുകൊണ്ട് നമ്മളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അപ്പോൾ വക്കീൽ ചോദിക്കും ശരി അത് കഴിഞ്ഞ് നീ അവളെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഡോണി പറയും അതെ അടിച്ചു സാറെന്നും പറഞ്ഞിട്ട് ആ ഒരു സീൻ ഇങ്ങനെ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാണ്. അങ്ങനെ അടി കൊണ്ട് ജെസ്സിയെ നേരെ താഴേക്ക് വീഴുമ്പോൾ അവളുടെ തല ഇടിച്ചിട്ട് തല നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോണി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ശരി വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളെ എടുത്ത് വണ്ടിയിലിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു വക്കീൽ ചോദിക്കും ശരി നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല പോകുന്ന വഴിക്ക് തന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, വീട്ടിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എത്ര ചോദിച്ചിട്ട് അവൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് അവളെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി. അതുപോലെ ഞാൻ എന്റെ ഭാര്യയെ ചതിക്കുമായിരുന്നു, അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്, മറ്റൊരു സ്ത്രീയായിട്ട് അവളെ ചതിച്ചതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഒരിക്കലും ഞാൻ ജെസ്സിയെ കൊന്നിട്ടില്ല, അത് ഞാൻ ദൈവത്തിനോട് സത്യം ചെയ്യാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവന്റെ വക്കീൽ മാറിപ്പോകുന്നത് അടുത്തത് നമ്മുടെ ഡേവിഡ് വന്നിട്ട് ഓക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്ത്രീകളെ അടിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഭാര്യ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതിന് വേറെ കാരണമുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഡേവിഡ് പറയും അതൊക്കെ പോട്ടെ, ഒരു സ്ത്രീയെ അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എത്ര മോശപ്പെട്ട ഒരാളാണ്, അതേപോലെ തന്നെ നിന്റെ ഭാര്യ അടിച്ചു പിന്നീട് ജെസ്സിയെ അടിച്ചു എന്നൊക്കെ പറയുന്നു, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണോ നീ? ഓക്കെ ജെസ്സിക എന്ന് പറഞ്ഞൊരു സ്ത്രീ നിന്നെ പോലെ ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്, നീ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ആ ഒരു അഭിഹിത ബന്ധം അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഈ ഒരു പട്ടണത്തിലെ എല്ലാ ആണുങ്ങളെയും കാട്ടി നല്ലതുപോലെ ഞാൻ അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവൾ എന്റെ അടുത്തേക്ക് വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട നമ്മുടെ വെയിൻ ആണെങ്കിലും ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണായിരുന്നു, അവൾക്കാണെങ്കിലും ഒരുപാട് ആണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അവൻ എങ്ങനെയുണ്ടാവും? അപ്പോൾ നമ്മുടെ ഡേവിഡ് ചോദിക്കും ശരി നീ ഷെരീഫിനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് നിന്റെ കയ്യിൽ ഒരു മുറിവ് കൊണ്ട് അദ്ദേഹം ചോദിച്ചു അത് എന്താണെന്ന്, പക്ഷെ നീ പറഞ്ഞു അതൊരു പൂച്ച അള്ളിയതാണെന്ന്. അതുവരെ നീ കള്ളമാണ് പറഞ്ഞത്, അത് നീ ജെസ്സിയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ നഖം തട്ടി സംഭവിച്ചതാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ പക്ഷെ അവളെ ഞാൻ കൊന്നിട്ടില്ല, അവളെ അടിക്കുന്ന സമയത്ത് അവളെ കയ്യിൽ കയറി പിടിച്ചു അപ്പോഴും സംഭവിച്ചാണെന്നെല്ലാം പറയുമ്പോൾ ഈ വക്കീൽ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡേവിഡ് തന്നെയാണ് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നതെന്നാണ്. അതുകൊണ്ട് ഇവൻ തന്നെയാണ് കുറ്റക്കാരനെന്ന് പറയുന്നത് നമ്മുടെ ഡോണി ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ മന്ത്രവാദിനി അവളാണ് ഇതിനെല്ലാം കാരണം, നിന്നെ ഞാൻ കൊല്ലും നോയിക്കോന്നെല്ലാം പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അവനെ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അന്നെ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ടി വിയിൽ ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ട്, വേറെ ഒന്നുമല്ല നമ്മുടെ ഡോണിയാണ് ജെസ്സിയെ കൊന്നെന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ ജയിലിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് വാലറിൻ അന്നയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് അവൾക്ക് വേണ്ടി ഒരു തവണ കൂടി ആ ഒരു കാർഡ് ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്നിങ്ങനെ ചോദിക്കുന്നതും വേറെ ഒന്നുമല്ല വാലറിന് നല്ല സന്തോഷമുണ്ട് ജെസ്സിയ മരിച്ചതുകൊണ്ട്, കാരണം അവൾ അങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു, ഒരുപാട് പേരായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീ ഇവളുടെ ഭർത്താവിനെ കറക്കിയെടുത്തല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയും. പക്ഷെ എന്റെ ഭർത്താവ് ഒരിക്കലും അവളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും ജെസ്സിക ഈ ഒരു കാർഡിൽ നോക്കി അവൾക്ക് എന്തോ കാണുന്നത് പോലെ. അപ്പോൾ വാലറിൻ ചോദിക്കും മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് മാറ്റി വാലറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ അന്നയാണെങ്കിലോ കുളിക്കാനായിട്ട് ആ ഒരു ബാത്ടബിൽ വെള്ളമെല്ലാം ഒഴിച്ച് അത് കഴിഞ്ഞ് ഈ കുട്ടികളെയും വെച്ച് കിടത്തിയിട്ട് ഒന്നുകൂടി ആ ഒരു ബാത്ടബിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ നിറയായിട്ട് വെള്ളം ഇങ്ങനെ വീണ് കിടക്കുന്നു. അവള് പതിയെ ചെന്ന് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോൾ ആ ബാത്ടബില് നമ്മുടെ മരിച്ച ജെസ്സി ഉണ്ടല്ലോ അവളിങ്ങനെ ഇരുന്നിട്ട് കരയാണ്. ഇത് കണ്ട് പേടിച്ച് അന്ന നേരെ തിരിച്ചു വരുമ്പോൾ അവളുടെ പുറകെ തന്നെ നിൽപ്പുണ്ട് ജെസ്സിക. അങ്ങനെ ഇതും കണ്ട് പേടിച്ചിട്ട് അന്ന നേരെ താഴേക്ക് ഒന്ന് വീഴുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് അതെല്ലാം അവൾക്ക് തോന്നിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ വെയിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് ഹാൻഡ് ഇങ്ങനെ ചെല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കും ജെസ്സിക മരിച്ചതിന് ശേഷം അവൻ ആകെ ഡൗൺ ആണ്, ജോലിക്ക് പോകുന്നില്ല, വീടൊന്നും വൃത്തിയായിട്ട് നോക്കുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി നിന്ന അന്നയാണെങ്കിലും അവനോട് ഇങ്ങനെ സംസാരിക്കും, അവനെ സമാധാനപ്പെടുത്തും. അതുപോലെ വെയിൻ ആണെങ്കിൽ അന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവളെ ഇങ്ങനെ പിടിച്ചിട്ട് അന്നയ്ക്കും അത് ഇഷ്ടപ്പെട്ട് അവന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഓക്കെ സോറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അന്ന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ പുതിയൊരു കാര്യം കണ്ടു, അതിൽ ഡോണി ഒരിക്കലും കുറ്റക്കാരനല്ല, അവനല്ല ഒരിക്കലും അവളെ കൊന്നത്,
അങ്ങനെ ഒരു കാര്യം ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ വെയിൻ ചോദിക്കും, അല്ല പിന്നെ വേറെ ആരാ, നീ അത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വെയിൻ പറയും, ദൈവമേ ഇത് ഇതുവരെയും തീർന്നില്ലേ, ഇനി വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ് അന്ന നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൾ ആ ഒരു കാർഡ് വെച്ച് വീണ്ടും ഇങ്ങനെ ശ്രമിക്കുകയാണ് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോന്ന്. പക്ഷെ അവളെ കൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അന്ന ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഒരു വക്കീലിനെ കാണാനായിട്ട് ചെല്ലും. അപ്പോൾ ഡേവിഡ് ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്ന് പറയും. അപ്പോൾ വക്കീൽ പറയും, ഹേയ് നീ എന്തായി പറയുന്നത്, ഡോണിയാണ് കുറ്റക്കാരനെ തെളിഞ്ഞു, അവനെ അറസ്റ്റും ചെയ്തു, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും അവനല്ല ചെയ്തിട്ടുള്ളത്, ഇത് മറ്റാരാണ് ചെയ്തിട്ടുള്ളത്, അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു കേസ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നതും ഡേവിഡ് അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. അവൻ പറയും ഈ ഒരു കേസ് അവസാനിച്ചു, നിങ്ങൾക്കും അവൻ ഒരുപാട് ശല്യമെല്ലാം ചെയ്തതല്ലേ, ഇനിയിപ്പോൾ അവന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അന്ന പറയും, ശരി നീയും ജെസ്സിക ആയിട്ടുള്ള ആ ഒരു കാര്യം അത് ഞാൻ കണ്ടിരുന്നു ആ ഒരു ക്ലബ്ബിൽ വെച്ചിട്ട്, പക്ഷെ ഇത് വേറെ ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരുപക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് വീണ്ടും നിങ്ങളിലേക്കും വരും, അതുകൊണ്ട് ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് റീ ഓപ്പൺ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു വക്കീൽ ചോദിക്കുന്നുണ്ട് നിനക്ക് പണം വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല അതുകൊണ്ടൊന്നല്ല, ഡോണിയല്ല കുറ്റക്കാരൻ, യഥാർത്ഥ കൊലയാളി നമുക്കിടയിൽ തന്നെയുണ്ട് എന്നും പറഞ്ഞിട്ട് അന്ന അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഈ ഒരു ടൈം മുതൽ ഈ ഒരു വക്കീലിനെ നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നല്ല മഴ പെയ്യുന്നുണ്ട്. അവള് വീട്ടിലേക്ക് കാർ ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ബഡി ഉണ്ടല്ലോ അവനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ എവിടെയും കാണാനില്ല. ഇനിയിപ്പോ തോന്നിയതായിരിക്കും, ഹേയ് ബഡി നീ ഇവിടെ ഉണ്ടോന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരനക്കവും ഇല്ല. അങ്ങനെ അന്നയാണെങ്കിൽ നേരെ വീടിനകത്തേക്ക് പോയി എന്നിട്ട് ഈ കുട്ടികൾ നിൽക്കുന്ന അയൽക്കാർ വീട്ടുണ്ടല്ലോ അവിടെ വിളിച്ചിട്ട് പറയും, പ്ലീസ് ഇന്നത്തെ ഒരു ദിവസം കുട്ടികളെ അവിടെ കിടത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയും. അങ്ങനെ ഫോൺ വെക്കുന്നതും വീണ്ടും വെളിയിൽ ആരും വന്നതുപോലെ അന്ന പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഹേയ് ബഡി നീ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ എവിടെയും കാണാനില്ല. അതേസമയം പെട്ടെന്ന് പുറകില് വെയിൻ ഉണ്ടല്ലോ അവൻ വന്നിങ്ങനെ നിൽക്കുന്നു. ഇവളങ്ങ് പേടിച്ചു പോവും. അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ വെയിൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ടാണ് പറയുന്നത്, പ്ലീസ് എനിക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു കാർഡ് ഒന്നുകൂടി ഉപയോഗിക്കണം, ആരാണോ അവളെ കൊന്നത് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയുമ്പോൾ അന്നയാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ശ്രമിച്ചു നോക്കാണ്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും വെയിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അവൾ മരിച്ച ആ ഒരു സ്ഥലം ആ ഒരു കുളത്തിനടുത്ത് പോയി നോക്കിക്കൂടെ, അപ്പോൾ നിനക്ക് എന്തെങ്കിലും മനസ്സിലായാലോ. അപ്പോൾ അന്ന പറയും, ഇല്ലില്ല എന്റെ കുട്ടികൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അവരെ വിട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസം എന്തായാലും അവരെ ആൾക്കാരുടെ വീട്ടിൽ നിൽക്കട്ടെ, പ്ലീസ് എന്നോടൊപ്പം വരണം, എനിക്കിതിനൊരു സമാധാനമില്ല ഇതറിയാതെ എന്നെല്ലാം പറഞ്ഞ് അന്നയെ സമ്മതിപ്പിച്ചിട്ട് അവളെയും വിളിച്ച് ആ ഒരു കുളത്തിനടുത്തേക്ക് പോവാണ്. അങ്ങനെ നട്ട പാതിരാത്രിക്ക് രണ്ടുപേരും കാറും കൊണ്ട് നേരെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ടോർച്ച് കൊണ്ട് അവിടെ ഇങ്ങനെ നടന്നു നോക്കുന്നു. നടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അന്നയുടെ കാല് തട്ടിയിട്ട് അവൾ നേരെ താഴേക്ക് വന്ന് വീണ് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് അവളൊരു കാര്യം കാണുന്നുണ്ട്. ആരോ ഒരാൾ ടോർച്ച് ഉപയോഗിച്ച് അവളുടെ തലയ്ക്ക് അടിക്കുന്നത് പോലെയും അതേപോലെ തന്നെ ബടിയുണ്ടല്ലോ അവൻ വന്നിട്ട് ഇവളെ അടിക്കുന്നത് പോലെ. അപ്പോഴേക്കും വെയിൻ പെട്ടെന്ന് അന്ന കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഹേയ് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് അടുത്തുള്ളൊരു മരം ഇങ്ങനെ മുറിഞ്ഞ് കിടപ്പുണ്ട്. അതിനടുത്തേക്ക് നടന്നു വരുമ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ കാണുകയാണ്, ജെസ്സിയെ പറ്റിയുള്ള കാര്യങ്ങൾ. ജെസ്സിയെ ആരോ കാണാൻ ചെല്ലുന്നത് പോലെ. അത് കഴിഞ്ഞ് നമ്മുടെ അന്നയെ അടിച്ച് താഴേക്കിട്ട് അവളുടെ അടുത്തൂടെ ആരോ നടന്നു പോകുന്നു, അതും ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ച്. അപ്പൊ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ അന്ന ഇപ്പോഴേ കാണുന്നത്. പക്ഷെ ആരാണത് ചെയ്യുന്നതെന്ന് ഇപ്പോഴവൾക്ക് വ്യക്തമല്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്, ജെസ്സിയെ കൊന്ന് ഈ ഒരു മരത്തിനടുത്ത് ഇട്ടേക്കുന്നത് പോലെ. അപ്പൊ ഈ ഒരു കൂട്ടത്തില് അവൾ കണ്ടിട്ടുള്ള ഒരേ ഒരു മുഖം അത് ബഡി എന്ന് പറഞ്ഞ അവന്റെയാണ്. ഇനിയിപ്പോ അവനാണോ കൊലയാളി അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അന്ന നടന്നു പോകുമ്പോഴത്തേക്കും അവൾക്ക് പല കാര്യങ്ങളും ആ ഒരു വക്കീലിനെ സംശയിക്കുന്നുണ്ട്. കാരണം അയാളുമായിട്ടും അവൾക്കൊരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് വെയിൻ പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ അവള് മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെയിൻ ഇപ്പോ ജെസ്സിക്കയോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജെസ്സിക്കയ്ക്കും ഡോണി ഉണ്ടല്ലോ അവനുമായിട്ടുള്ള ആ ഒരു അവിഹിത ബന്ധം അത് നമ്മുടെ വെയിൻ എങ്ങനെയോ കണ്ടുപിടിച്ചു. അതിനെപ്പറ്റി അവളോട് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് ജെസ്സിക പറയുന്നത്, അതെ എനിക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടമല്ല, നീയാണെങ്കിൽ എപ്പോഴും എന്റെ പുറകെ, എന്റെ അച്ഛൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത് എന്ന് പറഞ്ഞ ആ ഒരു വിവാഹ മോതിരം അവളെടുത്ത് ദൂരേക്ക് എറിയും. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് വെയിൻ എത്ര ദേഷ്യം ഉണ്ടാവും. കൂടെ നിന്ന് ചതിച്ചിട്ട് അവളെ എന്തായാലും വെറുതെ ഇവിടെ ഒരിക്കലുമില്ല, അവൻ അവളെ കഴുത്ത് ഞെരിച്ച് അവളെ വെച്ച് കൊല്ലുകയാണ്. അപ്പൊ യഥാർത്ഥ കൊലയാളി അത് നമ്മുടെ വെയിൻ ആയിരുന്നു. അങ്ങനെ ഇത്രയും കാര്യം നമ്മുടെ അന്ന കണ്ടിട്ട് പെട്ടെന്ന് ഓക്കെ ശരി നമുക്കിപ്പോ തിരിച്ചു പോവാം, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വെയിന് മനസ്സിലായി അവൾ എന്തോ കണ്ടെന്ന്. പക്ഷേ അന്നയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൾ പറയും, ഇല്ല ഞാൻ ഒന്നും കണ്ടില്ല, നമുക്ക് പോവാന്ന് പറയുമ്പോൾ അവനാണെങ്കിലും അവളുടെ പുറകെ നടന്നു വരികയാണ്. അവളാണെങ്കിലും പേടിച്ചിട്ട് നമുക്ക് പോകാൻ വെയിൻ എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല നീ എന്തോ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും വെയിൻ പറയും, ഇല്ലില്ല അവൾ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇതെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ട് നടന്നതാണ്, അല്ലാതെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതല്ല എന്നുള്ള സത്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് നടന്നു വരുന്നതും അവളാണെങ്കിൽ ഇപ്പോ ആ ഒരു കുളത്തിനടുത്തേക്ക് എത്താറായി. ഇനി കുറച്ചുകൂടി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾ വീഴും. അപ്പൊ അവൾ പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട്, ശരി ഞാനിപ്പോ ഈ ഒരു കാര്യം വേറെ ആരോടും പറയാൻ പോകുന്നില്ല, ആരോടും ഞാൻ പറയത്തില്ല, എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോ വെയിൻ പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തി ആ ഒരു ടോർച്ച് കൊണ്ട് അന്നയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് താഴെ വീഴുന്നതും ഇതാണ് അന്ന ഇതിനു മുന്നേ കണ്ടിരുന്നത്. അപ്പോൾ അവളുടെ തലയിൽ അടിക്കുന്നത് സത്യം പറഞ്ഞാൽ വെയിൻ ആയിരുന്നു.
എന്നിട്ട് അവൻ പറയും സോറി എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ബഡി ഉണ്ടല്ലോ അവൻ വന്ന് വെയിനിന്റെ കൈ ഇങ്ങനെ തടഞ്ഞിട്ട് വെയിനെ ഇടിച്ചങ്ങ് താഴേക്കിടും. ആ ഒരു ഒറ്റ ഇടിയിൽ തന്നെ വെയിനിന്റെ ബോധം പോയി. അപ്പൊ അന്നെ നേരത്തെ കണ്ട ആ ഒരു കരി ഇതായിരുന്നു, ബഡിയാണ് അവളെ രക്ഷിച്ചത്. അങ്ങനെ ബഡി എന്താ ചെയ്യുന്ന വെച്ചാല് അന്നയെ പൊക്കിയെടുത്ത് കാറിലേക്ക് ഇരുത്തിയിട്ട് വെയിനിന്റെ ബോഡി എടുത്ത് ആ ഒരു കാറിന്റെ ഡിക്കിയിലാക്കി അവളെയും കണ്ടിങ്ങനെ പോവാണ്. എന്നിട്ട് വണ്ടി ഒരിടത്തേക്ക് കൊണ്ടിട്ടിട്ടാണ് പറയുന്നത് നീ വിചാരിച്ചില്ലേ ഞാൻ ആശുപത്രിയിലാണെന്ന്, പക്ഷെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുമല്ല ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ പോവാണ്. അതിനു മുന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. നീ മാത്രമാണ് എന്നെ ഒരു സുഹൃത്തായിട്ട് കണ്ടിട്ടുള്ളത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ ഈ ഒരു സുഹൃത്ത് ബന്ധം അതെപ്പോഴും നീ നിലനിർത്തണം. അത് മാത്രം മതി എനിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു കാറും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കാർ അവിടെ നിർത്തുമ്പോഴത്തേക്കാണ് അന്ന പറയുന്നത് ബഡി നീ എന്തായാലും തിരിച്ചു പോകണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അന്നയാണെങ്കിലും പെട്ടെന്ന് സ്റ്റേഷനകത്തേക്ക് കയറി സാർ വാ ഇതെല്ലാം ചെയ്തത് വെയിനാണ് എന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് കൊണ്ടുവരുന്നതും ആഹാ കാണിക്കുമ്പോ ബഡി ഉണ്ടല്ലോ അവനെ കാറിൽ കാണാനില്ല. അപ്പോൾ അവള് പറയും അല്ല എന്നെ സഹായിച്ചത് അവനാണ്, അവൻ ഇത്ര നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഷെരീഫ് പറയില്ല അവനൊരിക്കലും ആശുപത്രി വിട്ട് വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ പറയില്ല അവൻ ആ ഒരു ആശുപത്രി ചാടി വന്നെന്നാണ് എന്നോട് പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ നീ വെയിനോടത് ചോദിച്ചു നോക്ക്, അവനറിയാൻ കഴിയത്തില്ലേ. അവന് തലക്കടി കിട്ടിയത് കൊണ്ട് ഒന്നും ഓർമ്മയില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ നീ പറഞ്ഞതുപോലെ ബഡി ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് വെളിയിലേക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് ആശുപത്രിയിലേക്ക് വിളിച്ച് ചോദിച്ചത്. അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവൻ ആ ഒരു ആശുപത്രിയിൽ വെച്ച് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും അപ്പൊ ഇത്രയും നേരം നമ്മുടെ അന്നയുടെ കൂടെ ഉണ്ടായിരുന്നത് അത് ബഡിയുടെ ആത്മാവായിരുന്നു. ഒരു പക്ഷെ അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവൻ അവിടേക്ക് വന്ന് അവളുടെ ജീവൻ രക്ഷിച്ചതും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വെയിനാണ് കുറ്റവാളി എന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. അതുകൊണ്ട് വെയിനെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ബഡി എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവന്റെ ശരീരം അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്ത് അന്നയും അവളുടെ 3 കുട്ടികളും കൂടി നിൽക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് കമന്റ് ചെയ്യേണ്ട, അത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.